കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയ ലീ ആണ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഏഴാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാർക്ക് ലീയുടെ അടുത്ത് മിൻസിയോയെ രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി പോയ പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. ഞാൻ മിൻസിയോയുടെ അസുഖം ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കാം, പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഹാൻ എന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ആൾ ഇതുവരെ ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഹാനിന് എന്തോ പറ്റിയെന്നാണ്. നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തു കടക്കാൻ സഹായിക്കുകയാണെങ്കിൽ മിൻസിയോയെ ഞാൻ ചികിത്സിക്കാം. മറുഭാഗത്ത് പാസ്റ്റിൽ തന്നെ ഹാനിനെ തട്ടിക്കൊണ്ടുപോയ ചെയർമാനെ ആയിരിക്കും കാണിക്കുക. ഈ ഹാൻ ആരും കാണാതെ ലീയെ മീറ്റ് ചെയ്യാൻ ചെയോമിൽ വരുന്നതും അവിടുന്ന് പുറത്തു കടക്കാൻ ഹാൻ ലീയെ സഹായിക്കാൻ പോവുകയാണെന്നും ചെയർമാൻ അറിഞ്ഞു ഓൾറെഡി. നീ ലീയുടെ ബ്ലഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി അധികം ഉപയോഗിക്കരുത്. അവന് ഏകദേശം തുടർച്ചയായി ഏതാണ്ട് 10 പേഷ്യൻസിനെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അവന്റെ ബ്ലഡ് നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ബോഡിക്ക് തന്നെ നല്ലതല്ല. ഇൻഫാക്ട് ഇത് അറിയുന്നത് കൊണ്ടാണ് ഹാൻ എന്ന പാർക്കിനോട് ലീയുടെ ബ്ലഡ് മ്യൂട്ടേറ്റഡ് ആയില്ല എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞത്. ആക്ച്വലി ലീയുടെ ബ്ലഡ് മുഴുവനും എടുത്ത് ലീയുടെ ആ റിസർച്ച് നോട്ട്ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം അനാലിസിസ് ചെയ്ത് പഠിച്ച് ഇൻക്യൂറബിൾ ഡിസീസിന്റെ ക്യൂർ ഉണ്ടാക്കാനാണ് ചെയർമാന്റെ പ്ലാൻ. എന്നാൽ ഈ പ്ലാനിന് ഹാൻ ഒരു ഭീഷണിയാകുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് ചെയർമാൻ ഹാനിനെ കൊന്നുകളഞ്ഞത്. അവിടുന്ന് കേട്ടായിട്ട് വീണ്ടും പാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. MLAയുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പോയിട്ട് ചെയോം നടത്തിയ ഇല്ലീഗൽ എക്സ്പെരിമെന്റിൽ MLAയുടെ റോൾ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അതൊരു വലിയ സ്റ്റോറിയാണ്. ശരിക്കും പറഞ്ഞാൽ ലീയിൽ നിന്നല്ല ഈ കാര്യങ്ങളെല്ലാം തുടങ്ങിയത് എന്ന് അയാൾ പറയുന്നു. ബട്ട് ഇവൾക്ക് ഇയാൾ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകില്ല. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ചെയോമിൽ നിന്ന് ലീ പുറത്ത് കടക്കുന്നതിന്റെ തലേ ദിവസത്തെ കാര്യമായിരിക്കും കാണിക്കുക. ലീയെ കാണാൻ വേണ്ടി പോയ ചെയർമാനോട് ഹാനിന്റെ കയ്യിൽ നിന്ന് നീയാണ് എന്റെ റിസർച്ച് നോട്ട്ബുക്ക് അടിച്ചു മാറ്റിയതെന്ന് എനിക്കറിയാം. നിനക്കൊരിക്കലും ഞാനില്ലാതെ ക്യൂർ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ആ റിസർച്ച് നോട്ട്ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തതിന് ശേഷം ലീയുടെ ബ്ലഡ് എടുത്ത് ലീയെ കൊല്ലാനുള്ള പരിപാടിയാണ് ചെയർമാൻ ഉള്ളതെന്ന് ലീക്ക് നന്നായി അറിയാം. എന്നാൽ ബ്ലഡ് എടുത്തതിനെ കൊണ്ട് മാത്രമായില്ലല്ലോ, അതിൽ നിന്ന് ക്യൂർ ഡെവലപ്പ് ചെയ്യണമല്ലോ. ഞാൻ നിന്റെ ആ ബുക്കിലെ കാര്യങ്ങൾ ഓൾറെഡി വായിച്ച് മനസ്സിലാക്കി. ഓ ആണോ? എങ്കിൽ ശരി, ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തിൽ പുതിയ ബ്ലഡ് പ്രൊഡ്യൂസ് ആകും. ഈ പ്രൊഡ്യൂസ് ആയ ബ്ലഡിന് എന്റെ ബ്ലഡിലുണ്ടായ അതേ ഹീലിംഗ് സെൽസ് ഉണ്ടാകുമോ? എന്നാൽ ഇവന്റെ കയ്യിൽ അതിനൊന്നുമുള്ള മറുപടി ഉണ്ടാകില്ല. ഓക്കെ, എങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയി എന്റെ ബ്ലഡ് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഇപ്പോഴുള്ള ബ്ലഡിലെ ഹീലിംഗ് സെൽസ് വീക്ക് ആകുമോ അതോ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുമോ? ചോദ്യം കേട്ട ചെയർമാന്റെ കിളി പോയിട്ടുണ്ടാകും. അതോടെ ആ നോട്ട്ബുക്ക് വായിച്ചിട്ട് ഇവനൊരു കുന്തവും മനസ്സിലായില്ല എന്ന കാര്യം ലീക്ക് പിടിയിട്ടു. ദാദാ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനില്ലാതെ നിനക്കൊരിക്കലും ക്യൂർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയോമിന്റെ റെപ്യൂട്ടേഷനെ ആയിരിക്കും അത് ബാധിക്കുക. അതുകൊണ്ട് നീ ചുമ്മാ എന്നെ വെച്ച് ഓരോ വേണ്ടാത്ത പണി ചെയ്യരുതെന്ന് ലീ പറയുന്നു. അതുപോലെ മറുഭാഗത്ത് MLAയുടെ ആ അസിസ്റ്റന്റിനെ കണ്ടതിന് ശേഷം അവളുടെ ആ 2 അസിസ്റ്റന്റ്സിനോട് ചെയോമിന്റെ ഇല്ലീഗൽ എക്സ്പെരിമെന്റിനെ പറ്റി അറിയാൻ അവിടെ മുമ്പ് വർക്ക് ചെയ്തവരോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അവർ രണ്ടുപേരും അന്വേഷിച്ച സമയത്ത് അവർ കണ്ടെത്തിയത് അങ്ങനെയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നതായിട്ട് അവിടെ മുമ്പ് വർക്ക് ചെയ്തവർക്ക് അറിയില്ല എന്നും ബട്ട് ഒരുപാട് പേഷ്യൻസ് ആ സമയങ്ങളിൽ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നും അറിയുന്നു. പക്ഷെ ചെയോമിൽ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ഇല്ലീഗൽ എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ടെന്ന പേരിൽ ഒരു കംപ്ലൈന്റ് മുമ്പ് പോലീസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പ്രോസിക്യൂട്ടർ ആയത് ചായയുടെ ബോസ് ആയിരുന്നു. അത് മാത്രമല്ല MLA ആയിരുന്നു അവളുടെ ബോസിന് കേസ് വാദിക്കാനുള്ള അപ്രൂവലും കൊടുത്തത്. ആ സമയങ്ങളിൽ സോമിൻസു ഇല്ലീഗലായിട്ട് എക്സ്പെരിമെന്റ് ചെയോമിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോർട്ടിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ തെളിവുകളെല്ലാം കളക്ട് ചെയ്ത് അവളുടെ ആ ബോസിന്റെ അടുത്തേക്ക് നേരെ പോയിട്ട് ഈ കാര്യത്തെ പറ്റി ചോദിക്കുന്നു. ഈ കേസൊക്കെ മുമ്പേ ക്ലോസ് ചെയ്തതാണ്, നീ എന്തിനാ ഇതൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്നാൽ ഇത്തവണ ഇയാളെ വിടില്ല എന്ന രീതിയിലായിരിക്കും. മിണ്ടരുത്, ഇനി കാര്യങ്ങളൊക്കെ ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. എനിക്ക് എത്രയും പെട്ടെന്ന് സെർച്ച് വാറന്റ് വേണം MLAയുടെ ആ ഓഫീസിൽ പോകാൻ. അങ്ങനെ പെട്ടു എന്ന് മനസ്സിലാക്കിയ ചീഫ് അവൾക്ക് വാറന്റ് കൊടുക്കുന്നു. വാറന്റ് വാങ്ങിയതിനു ശേഷം MLAയുടെ ഓഫീസിൽ പോയിട്ട് ചായയും അവളുടെ ടീമും സെർച്ച് തുടങ്ങുകയാണ്. MLA പരമാവധി ഒച്ചയെടുത്ത് അത് തടയാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇവർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അതിന്റെ ഇടയിൽ MLA അയാളുടെ അസിസ്റ്റന്റിനെ തിരയും. എന്നാൽ ആ ചങ്ങായിയെ ആ പരിസരത്ത് എവിടെയും കാണില്ല. ഈ അസിസ്റ്റന്റ് ആണല്ലോ ചായയോട് ചെയോമിലെ ഇല്ലീഗൽ എക്സ്പെരിമെന്റിനെ പറ്റി പറഞ്ഞു കൊടുത്തതൊക്കെ. അതിൽ ഈ MLAയും ഇൻവോൾവ് ആണല്ലോ. അപ്പൊ ആ അസിസ്റ്റന്റിന് MLAയുടെ കള്ളക്കളികൾ പുറത്ത് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവരിവിടെ MLAയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു ഭാഗത്ത് ലീ ഹാനിന്റെ ചെയോമിൽ നിന്ന് പുറത്ത് കടക്കേണ്ട പ്ലാൻ പാർക്കിനോട് പറഞ്ഞത് പ്രകാരം ലീയെ പാർക്ക് ഹാന ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് കടക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ക്യാമറയിൽ പെടാതെയായിരുന്നു പാർക്ക് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറിയത്. ശേഷം പാർക്ക് ലീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാറേണ്ട ഡ്രസ്സും പിന്നെ ഒരു ഹാറ്റും ഫയർ ഹോസ് ക്യാബിനറ്റിൽ വെച്ചിട്ട് ലീയെ വെയിറ്റ് ചെയ്തു. ലീ അവിടെയുള്ള പേഷ്യന്റിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഉടനെ
തന്നെ ഹാനിന്റെ ആളുകൾ ആ ഹോസ്പിറ്റലിലെ പവർ സപ്ലൈ ഓഫ് ചെയ്യുക, തുടർന്ന് 2-3 മിനിറ്റിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീ പുറത്തു കടക്കുക എന്നതായിരുന്നു പ്ലാൻ. അങ്ങനെ പ്ലാൻ പോലെ തന്നെ ഹാനിന്റെ ആളുകൾ ഹോസ്പിറ്റലിലെ പവർ സപ്ലൈ ഓഫ് ചെയ്യുന്നു. ഓൺ ദ സ്പോട്ടിൽ ലീ അവിടെയുള്ളവന്മാരെയൊക്കെ അടിച്ച് ബോധം കെടുത്തിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങുന്നു. ശേഷം ലീ പാർക്ക് അവിടെ വെച്ച ഡ്രസ്സും പിന്നെ ഹാറ്റും ഇട്ട് അവിടുന്ന് ആരും കാണാതെ പാർക്കിന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു. ഇവർ നേരെ പോകുന്നത് ലീയുടെ വീട്ടിലായിരിക്കും. അവിടെ മിൻസിയോയെ ചികിത്സിക്കാൻ വേണ്ടി മിൻസിയോയും കൂട്ടിയിട്ട് വരാമെന്ന് പാർക്കിന്റെ വൈഫ് ഏറ്റിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു പേർ ഇവരെ ഫോളോ ചെയ്യുന്നത് പാർക്ക് കാണുകയാണ്. അപ്പൊ അത് ചെയർമാന്റെ ആളുകളാണെന്ന് ലീ പാർക്കിനോട് പറയുന്നു. അങ്ങനെ പാർക്ക് വേഗം ചോയെ വിളിച്ചിട്ട് അവർ ഇപ്പോൾ ഉള്ള ലൊക്കേഷനിൽ വേഗം എത്താൻ പറയുകയാണ്. അപ്പോഴേക്കും ചെയർമാന്റെ ആളുകൾ ഇവരുടെ അടുത്ത് എത്തിയില്ല എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അന്നേരം സൈഡ് റോഡിൽ നിന്ന് ഏതോ ഒരു വാഹനം പെട്ടെന്ന് വന്ന് പാർക്കും ലീയും സഞ്ചരിച്ച വണ്ടിയിൽ ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഇടിയുടെ ആഘാതത്തിൽ വണ്ടി തിരിച്ചു മറിയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ലീ രക്ഷപ്പെട്ടത് വലിയ ന്യൂസ് ആയിട്ടുണ്ടാകും. ഇവിടെ അപ്പോഴേക്ക് ലീക്ക് നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. വയറിന്നാണെങ്കിൽ ബ്ലീഡിംഗ് ആയിരിക്കും. ആ സമയം ചോ അവിടെ എത്തുകയാണ്. ചോയെ കണ്ട പാർക്ക് പെട്ടെന്ന് തന്നെ ചെയർമാന്റെ ആളുകളെ നോക്കണമെന്ന് പറഞ്ഞ് ലീയും കൂട്ടിയിട്ട് വേഗം ലീയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്ക് പാർക്കിന്റെ വൈഫ് മിൻസിയും കൂട്ടിയിട്ട് ലീയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ഇപ്പൊ മിൻസിയോ എപ്പോ വേണമെങ്കിലും മരിക്കാമെന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ലീയെ കണ്ട പാർക്കിന്റെ വൈഫ്, നിങ്ങളുടെ വയറിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം ആ മുറിവ് ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. വേണ്ട വേണ്ട, ആദ്യം മിൻസിയുടെ ട്രീറ്റ്മെന്റ് നടക്കട്ടെ, എന്നിട്ട് മതി എന്റെ കാര്യം എന്ന് ലീ പറയുന്നു. അങ്ങനെ ലീയുടെ ബ്ലഡ് മിൻസിയുടെ ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ലീയുടെ ബോധവും പോവുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ചെയോമിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നതാണ്. അപ്പൊ ലീ പോയതിനു ശേഷം അവരുടെ സ്റ്റോക്ക് ആൻഡ് പ്രോഫിറ്റ് വാല്യൂ എല്ലാം ക്രാഷ്ഡ് ആയിട്ടുണ്ടാകും. സ്റ്റോക്ക് പ്രൈസ് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ആകെ പാനിക് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും ചെയർമാനെ പ്രഷറൈസ് ചെയ്യുന്നു. ആരും പേടിക്കണ്ട, ഞാൻ എന്തായാലും ലീയെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവരുടെ ഈ ബോർഡ് മെമ്പേഴ്സിൽ വേറെ ഒരാളും കൂടിയുണ്ട്. അത് വേറെ ആരുമല്ല, ചായയുടെ അച്ഛനായിരിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 7 കഴിയും. 8ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലീ മെഡിസിന് പഠിക്കുന്ന സമയത്ത് പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. ഇന്നാണ് ലീയുടെ ആ കോൺടെസ്റ്റിന്റെ റിസൾട്ട് വരുന്ന ദിവസം. അതുകൊണ്ട് തന്നെ അവൻ നല്ല ടെൻഷനിലായിരിക്കും. ലീയുടെ പരിഭ്രമം കണ്ട് അവന്റെ അമ്മ, മോനെ നീ പേടിക്കണ്ട, നീ തന്നെയായിരിക്കും കോൺടെസ്റ്റിൽ വിജയിക്കുക എന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ക്ലാസ്സിൽ എത്തിയതിനു ശേഷം അവന്റെ പ്രൊഫസർ അവനെ വിളിപ്പിച്ചിട്ട് കോൺടെസ്റ്റിൽ അവനാണ് വിജയിച്ചതെന്നും ചെയോമിലെ പ്രൊഫസറായ ഹാനിന് അവനെ കാണാൻ താല്പര്യമുണ്ടെന്നും പറയുന്നു. അത് കേട്ട് ലീക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. ശേഷം അവൻ ഈ ഗുഡ് ന്യൂസ് അവന്റെ അമ്മയെ വിളിച്ചറിയിക്കുകയാണ്. ശേഷം ഹാനിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ലീക്ക് ആക്സിഡന്റ് സംഭവിച്ചതും തുടർന്ന് അവൻ കോമയിലായതുമൊക്കെ. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പ്രസന്റ് ആണ്. അപ്പോഴേക്ക് ലീക്ക് ബോധം വന്നിട്ടുണ്ടാകും. അതേസമയം നമ്മളുടെ മിൻസിയുടെ അസുഖം ഇവിടെ ഭേദമായിട്ടുണ്ടാകും. ലീയുടെ അവസ്ഥ ഉദ്ദേശിച്ചുകൊണ്ട് പാർക്കിന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. അത് കേട്ട് ലീ, വേണ്ട വേണ്ട, എന്റെ ബ്ലഡ് ടൈപ്പ് RH നള്ളാണ്, ആ ബ്ലഡ് ടൈപ്പ് വളരെ റെയർ ആണ്, അങ്ങനെ എല്ലാവർക്കും അത് ഉണ്ടാകില്ല എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് ലീ അന്വേഷിച്ചുകൊണ്ട് അവൻ എങ്ങനെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയർമാൻ ലീയുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പാർക്ക്, നീ എന്തുകൊണ്ടാ എന്നോട് ചെയോമിൽ നടന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും പറയാതിരുന്നതെന്ന് ലീയോട് ചോദിക്കുന്നു. അത് കേട്ട് ലീ, 17 പേരെ കൊന്ന ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. തുടർന്ന് ലീ ശരിക്കും നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അതായത് ആക്സിഡന്റിന് ശേഷം ചെയോമിലേക്ക് ലീയെ കൊണ്ടുപോയ സമയത്ത് അവിടെ എല്ലാവരും ഇൻക്യൂറബിൾ ഡിസീസിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരിക്കും. ലീ അവിടെ കൊണ്ടുപോയപ്പോഴാണ് അവന്റെ ബ്ലഡ് അവരുടെ ആ എക്സ്പെരിമെന്റിന് പറ്റിയതാണെന്ന് മനസ്സിലാകുന്നത്. ലീയെ വെച്ച് അങ്ങനെ അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അവന്റെ ബ്ലഡ് മ്യൂട്ടേറ്റഡ് ആയതും അതുവഴി അവന്റെ ബ്ലഡിൽ സ്പെഷ്യലൈസ്ഡ് ഹീലിംഗ് സെൽസ് വന്നതുമൊക്കെ. അന്ന് ലീ പാർക്കിനോട് ആക്സിഡന്റിന് ശേഷം അവന്റെ തല പൊട്ടിപ്പൊളിയുന്നത് പോലെ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരിക്കും ഇവർ ഈ ചെയ്ത എക്സ്പെരിമെന്റിന്റെ സൈഡ് എഫക്ട് കൊണ്ടാണ് വന്നത്. ആ സമയങ്ങളിൽ ഉടനീളം ലീയുടെ അമ്മ ലീയെ കാണാത്തതിന്റെ പേരിൽ അന്വേഷണം നടത്തുകയും ഗോങ്ങിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗോങ് ആ കേസ് അത്ര മൈൻഡ് ചെയ്തില്ല. ഗോങ് അവരോട് ലീ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ മറ്റോ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാകും എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഗോങ് ലീയുടെ അമ്മയെ വിളിച്ചിട്ട്, നിങ്ങളുടെ മകൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ വണ്ടി ഇടിച്ച ആളെ ഞങ്ങൾക്ക് കിട്ടിയില്ല, ആള് രക്ഷപ്പെട്ടു കളഞ്ഞു. ലീയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അവൻ മരിച്ചു. ആക്സിഡന്റിന്റെ ആഘാതത്തിൽ അവന്റെ മുഖം ആകെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവന്റെ ബോഡി ദഹിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ കള്ളം പറഞ്ഞു. അത് കേട്ട ആ അമ്മക്ക് അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. ചെയോം ലീയെ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും ആ അമ്മ അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഗോങ്ങിന്റെ സഹായത്തോടെയാണ് ചെയോം ലീയുടെ ഫേക്ക് ഡെത്ത് ക്രിയേറ്റ് ചെയ്തത്. ബട്ട് എന്നാലും അത് തന്റെ മകൻ തന്നെയാണോ മരിച്ചതെന്നുള്ള ഡൗട്ട് ലീയുടെ അമ്മക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ചെയോമിന്റെ പിറകിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് തോന്നിയിട്ട് ലീയുടെ അമ്മയാണ് ഹാനിനെതിരെ കേസ് കൊടുത്തത് ഇല്ലീഗൽ എക്സ്പെരിമെന്റിന്റെ പേരിൽ. അന്ന് സോങ് മിൻസുയും ലീയുടെ അമ്മയ്ക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് ചെയർമാൻ സോങ് മിൻസുയെ കൊന്നത്. ശേഷം ചെയർമാന് വേണ്ടിയാണ് MLA പറഞ്ഞിട്ട് ചായയുടെ ചീഫ് ഇൻസഫിഷ്യന്റ് എവിഡൻസ് ആണെന്ന് കള്ളം പറഞ്ഞ് ആ കേസ് സ്റ്റോപ്പ് ചെയ്തത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയർമാനും അവന്റെ ആളും ചേർന്ന് ലീയുടെ അമ്മ ഇവർക്കൊരു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ
അമ്മയെ കൊന്ന് അവരുടെ വീടിന്റെ അടുത്തുള്ള ആ പുഴയിൽ ഡംപ് ചെയ്തു. ഹാനിന്റെ റിസർച്ച് സക്സസ് ആകാത്തത് കൊണ്ട് തന്നെ ഹാനിന് ചെയർമാനിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അവസാനം റിസർച്ചിന് വേണ്ടി ചെയർമാൻ പുതിയൊരു ടീമിനെ വരെ കൊണ്ടുവന്നു. പ്രഷർ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഹാൻ ചെയോമിൽ നിന്ന് റിസൈൻ ചെയ്തത്. അപ്പോഴേക്കും ലീയുടെ ബോധം വന്നിട്ടുണ്ടായിരുന്നു. ഹാൻ പോകുമ്പോൾ ചെയർമാനെ കാണാതെ ലീയും കൂട്ടിയായിരുന്നു ചെയോമിൽ നിന്ന് ഹാൻ ഇറങ്ങിയത്. ലീ ഹാനിന്റെ കൂടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ശേഷം പിന്നീട് ഹാൻ ലീയെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. ചെയോമിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഹാൻ ആരോടെങ്കിലുമായി ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അയാളെ ചെയർമാന്റെ ടീം എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പ്രസന്റിൽ അപ്പോഴേക്കും ചെയർമാനും അവന്റെ ആളുകളും ലീയുടെ നാട്ടിലേക്ക് എത്തും. പാർക്കിനെ കണ്ട ചെയർമാൻ, അല്ല നിങ്ങളെന്താ ഇവിടെ? പുറത്ത് കിടക്കാൻ സഹായിച്ചാൽ തന്റെ മകളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ചെയർമാനെ കണ്ട ലീ അവന്റെ അമ്മയെ കൊന്ന് ദേഷ്യത്തിൽ അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചെയർമാന്റെ ആളുകൾ വന്ന് ലീയെ എടുത്തിട്ട് അടിക്കുകയാണ്. അന്നേരം ലീ അടിച്ചവന്മാരോട് ചെയർമാൻ, നിങ്ങൾ എന്തേ കാണിച്ചത്? ഇവൻ അങ്ങനെ തല്ലാൻ പാടുണ്ടോ? ഇവന് എനിക്ക് ആവശ്യമാണ്. ലീക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ മരുന്നുണ്ടാക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ചെയർമാൻ ലീയോട്, എന്റെ ആളുകൾ നിന്നെ അടിച്ചതിന് സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് പറ്റുമല്ലോ, നീ അത് വിട്ടേക്ക്. എന്തായാലും നീ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അവിടെ ഒരുപാട് പേഷ്യൻസ് നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. നീ ഒരുപാട് പേഷ്യൻസിനെ രക്ഷിച്ചെന്ന് വെച്ച് നീ എക്സ്പെരിമെന്റിന് വേണ്ടി കൊന്നവർക്കൊന്നും പകരമാകില്ല. നീയും ഒരു വിക്ടിം ആയിരുന്നില്ലേ? നിന്നെയും നിന്റെ അച്ഛൻ ഇതുപോലെ എക്സ്പെരിമെന്റ് ചെയ്തതല്ലേ? അതിന്റെ വേദന എത്രയാണെന്ന് നീ അറിഞ്ഞിട്ടും പിന്നെയും നിനക്ക് എങ്ങനെയാ ഇതുപോലുള്ള എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നുന്നത് എന്ന് ലീ ചോദിക്കുന്നു. അതായത് ഈ ചെയർമാന്റെ അച്ഛൻ ആദ്യം ടെസ്റ്റ് സബ്ജക്ട് ആക്കിയത് ചെയർമാനെ തന്നെയായിരുന്നു. അതും ഹാൻ ചെയോമിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവനത് എന്തോ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ലോകത്തിന് വേണ്ടി എന്തോ വലിയ സംഭാവന ചെയ്തതുപോലെ. അതുപോലെ തന്നെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നവരിലും ഇവൻ കാണുന്നത്. അന്നേരം ലീ ഇവൻ ഇനിയും വളരാൻ അനുവദിച്ചാൽ ഇവൻ കൂടുതൽ ആളുകളുടെ ജീവൻ എടുക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മൂർച്ചയുള്ള എന്തോ എടുത്ത് ചെയർമാനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും പോലീസിനെയും കൂട്ടിയിട്ട് അപ്പോഴേക്കും അവിടെ എത്തുന്നു. എന്നിട്ട് ലീ മതിയാക്ക്, ഞങ്ങളുടെ കയ്യിൽ ഈ ചെയർമാൻ ഇത്ര നാളും ചെയ്ത ഇല്ലീഗൽ എക്സ്പെരിമെന്റിന്റെ എല്ലാ പ്രൂഫും ഉണ്ട്. അതുകൊണ്ട് നീ അവനെ വിട്ടേക്ക്, ഇനി അവന്റെ കാര്യം പോലീസ് നോക്കിക്കോളും എന്ന് പറയുന്നു. അന്നേരം ആ കൂട്ടത്തിൽ ഒരു പോലീസ് ലീയെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അത് കൊള്ളുക പാർക്കിനായിരിക്കും. പാർക്ക് ലീയോട്, നീ ആ ചെയർമാനെ തൽക്കാലം വിട്ടേക്ക്, എനിക്കറിയാം നിനക്ക് അവനോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന്, സോ പ്ലീസ്. എന്നാൽ ലീ പാർക്ക് പറയുന്നതൊന്നും കേൾക്കില്ല. അവന്റെ ഉള്ളിൽ ചെയർമാനെ കൊല്ലണമെന്ന് തന്നെയായിരിക്കും. ലീ വീണ്ടും ചെയർമാനെ കൊല്ലാൻ നോക്കുമ്പോഴേക്ക് പോലീസ് അവനെ ഷൂട്ട് ചെയ്യും. അപ്പോഴേക്ക് ലീ അവന്റെ അമ്മ മരിച്ച അവിടെയുള്ള അതേ പുഴയിൽ വീണു മരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ ചെയർമാനെയും അവന്റെ ടീമിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ആ സമയം പാർക്ക് ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് കൊടുത്തുകൊണ്ട് ചായയോട്, ഇത് ലീ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ്. അപ്പൊ അതിൽ ചെയർമാൻ കൊന്ന 223 വിക്ടിംസിന്റെ പേരും ഡീറ്റെയിൽസും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് പിറ്റേ ദിവസം ലീ മരിച്ച വിവരം എല്ലാവരും അറിയുന്നു. ഒപ്പം താൻ ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കാൻ ചായയുടെ ബോസ് അവളോട് MLAയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതിനെല്ലാം കൂട്ടുനിന്നതെന്ന് സമ്മതിക്കുകയാണ്. ശേഷം MLA പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പാർക്ക് കയ്യിൽ എന്തോ ഒന്ന് പിടിച്ചുകൊണ്ട് ലീ മരിച്ച അതേ സ്പോട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ലീ പാർക്കിനോട് പറഞ്ഞ പാസ്റ്റിലെ ചില കാര്യങ്ങൾ കാണിക്കുക. അതായത് ലീക്ക് എന്തേലും സംഭവിച്ചാൽ അവന്റെ റൂമിൽ ഒരു മെട്രോണോം ഉണ്ട്, അതിനകത്താണ് അവൻ ഉണ്ടാക്കിയ ക്യൂർ ഉള്ളതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആ ക്യൂർ നശിപ്പിച്ചു കളയാം, അല്ലെങ്കിൽ അത് ഓരോ മനുഷ്യരിലും പരീക്ഷിച്ച് ഓരോരുത്തരായിട്ട് കൊല്ലേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്യൂർ സക്സസ് ആണോ അല്ലയോ എന്നൊന്നും ലീക്ക് ഉറപ്പില്ല. ശേഷം പാർക്ക് അയാളുടെ കയ്യിലുള്ള ആ ക്യൂർ അവിടെയുള്ള പുഴയിലേക്ക് എറിയാൻ പോകുമ്പോഴേക്കും ഒരു അനോണിമസ് കോള് വരുന്നു. അല്ല, ഇതാരെ ഇപ്പൊ വിളിക്കുന്നതെന്ന് പാർക്കിന് മനസ്സിലാകില്ല. വിളിച്ചത് വേറെ ആരുമല്ല, ലീ ആണ്. അവൻ മരിച്ചിട്ടില്ല. അവൻ പാർക്കിനോട്, ഹലോ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ വെച്ച് ഈ സീരീസ് കഴിയുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഒട്ടനവധി സീനുകളും വ്യൂവേഴ്സിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് സീക്വൻസും തുടക്കത്തിൽ ഈ മിനി സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ത്രില്ലർ ജോൺറ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം.